വർഷക്കാലമായി നിന്ന് ഈ ഒരു അവസരം ഏറ്റെടുത്ത് ചെയ്യുന്നു. ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ ഒരു പ്രവാസിയ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അത് 2014 പ്രവാസ ജീവിതത്തിലേക്ക് പോയ ഒരു വ്യക്തി 2020 നാട്ടിൽ വരുന്ന സമയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാലം നമുക്ക് വരാറുണ്ടല്ലേ. ഒന്ന് സന്തോഷമുള്ള ഒരു കാലവും അതിനെ നല്ല കാലം എന്നും പറയും, സങ്കടമുള്ള കാലത്ത് നഷ്ടകാലം എന്ന് പറയും. ആ ഒരു കാലത്തിൽ നമ്മൾ തീർച്ചയായിട്ടും പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാലം എന്ന് പറയാറുണ്ട്, കഷ്ടകാലം എന്ന് പറയാറുണ്ട്. എനിക്ക് ഈ ഒരു അവസരം കിട്ടുന്ന സമയം, ഞാൻ ഫിജി കടന്ന അവസരം കേൾക്കുന്ന സമയം, എനിക്ക് കഷ്ടകാലം പിടിക്കുന്ന സമയത്താണ് ഞാൻ ഫിജി കാട്ട് കേൾക്കുന്നത്. അതായത് ഫിജി കടന്ന അവസരത്തെ ഞാൻ കേൾക്കുന്നത് ഒരു കഷ്ടകാല സമയം നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ അവസരം കേൾക്കുന്നതും കാണുന്നതും വരുന്നതും. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു കഷ്ടകാലം കഴിഞ്ഞാൽ നമുക്കൊരു നല്ല കാലം വരാറുണ്ട്. തീർച്ചയായിട്ടും അത് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഫിജി കടന്ന അവസരത്തിൽ കടന്നു വരുന്ന സമയം എന്റെ ജോലിയൊക്കെ എനിക്ക് താൽക്കാലികമായിട്ട് മാറ്റി വെച്ച് എന്നത്തേക്കിന് തിരിച്ചു പോകാൻ പറ്റുമെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലാണ് ഒരു സുഹൃത്ത് വന്ന് ഈ ഓപ്പർച്യൂണിറ്റി എന്നോട് ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം തമാശ എന്ന രീതിയിൽ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് വല്ല അടിച്ചോ, ഇതിന് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത്ര രൂപയുടെ വരുമാനം കിട്ടുന്ന കമ്പനിയാണെന്നൊക്കെ പറയുന്നത് ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ കളിയാക്കിക്കൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി. പക്ഷെ അദ്ദേഹം എന്നെ വിട്ടില്ല. വീണ്ടും കണ്ടു, സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്പനിയുടെ പ്രസന്റേഷൻ കേട്ട പാടെ തന്നെ, ഈ കമ്പനിയുടെ പ്രസന്റേഷൻ കേൾക്കുന്ന സമയം തന്നെ ഞാൻ നോക്കിയത് എന്റെ കൂടെ ഇരുന്ന് എന്റെ മുന്നിൽ ഇരുന്ന് പ്രസന്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് നോക്കിയത്. അവർക്ക് ഒരുപാട് ജോലികൾ ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള തൊഴിൽ സാധ്യതകളിൽ നിന്ന് പെൻഷൻ അടക്കം 10,000-60,000 രൂപ വരുമാനം കിട്ടുന്ന സംവിധാനം ഉണ്ടായിട്ട് പോലും എന്തിന് ഫിജി കടന്ന ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനു ചെയ്യണം എന്നൊരു ചിന്താഗതി എന്റെ ഉള്ളിൽ വന്നു. ആ ഒരു ചിന്താഗതിയോടെ ഫിജി കടന്ന ബിസിനസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ബിസിനസ്സിലേക്ക് കടന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഞാൻ കമ്പനിയുടെ 10ാമത് പൊസിഷൻ, കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന പൊസിഷനിലേക്ക് വളരെ ഫാസ്റ്റ് ആണ് എത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ആകാംക്ഷയായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് എന്താണ്. പക്ഷെ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് ഞാനടക്കം അടങ്ങുന്ന ഓരോ വ്യക്തികളോടെ ചെയ്തത്. ഇന്ന് നിങ്ങൾ പ്രസന്റേഷൻ ചെയ്ത, അല്ലെങ്കിൽ ശൈലി എന്ന് പറയുന്ന മാഡം വളരെ മനോഹരമായിട്ട് തന്നെ ബിസിനസ് ചെയ്തപ്പോൾ ആ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് മാഡം പറഞ്ഞു ഒരുപാട് സാധ്യതകൾ, ഒരുപാട് മാറ്റങ്ങൾ മാഡത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. ഇവിടെ വളരെ മനോഹരമായിട്ട് റസീം മാഡം പറഞ്ഞു എന്റെ ജീവിതത്തിലും കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത ഫിജി കാർഡ് കൊണ്ട്? അതാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്താണെന്ന് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും വെറുതെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് ഒരു കാര്യം വെറുതെ കിട്ടത്തില്ല. നമ്മൾ എപ്പോഴും സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാവണം. അവിടാണ് നമ്മുടെ സക്സസിലേക്ക് നീങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞത്. ഇവിടെ ഫിജി കടന്ന അവസരം ഫസ്റ്റ് കേൾക്കുന്ന സമയത്ത് ഈ ബിസിനസ് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഇതിന് ചെയ്യണമെന്നോ അറിയാതെ വന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇതിനു മുമ്പ് ഡയറക്റ്റ്ലി മേഖല ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് എങ്ങനെ ഈ കമ്പനിയിൽ സക്സസ് ആവാൻ പറ്റി, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ 10ാമത്തെ പൊസിഷൻ എത്താൻ പറ്റി എന്നതാണ് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ, ഞാൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് രംഗത്ത് ഏറെ സജീവമായ ഒരു കാലം, അതായത് നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റ് രംഗത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കടകളിൽ പോയി സാധനം വാങ്ങുന്ന സാഹചര്യത്തിൽ ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന സമയം ഞാൻ ഒരുപാട് കസ്റ്റമേഴ്സിനെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ എല്ലാം മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ ട്രഡീഷണൽ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കെല്ലാം അതിന്റെ പ്രോഫിറ്റ് കൊണ്ടുപോകുന്ന മറ്റുള്ള വ്യക്തികളാണ്. പക്ഷെ ഇവിടെ നമുക്കാണ് വിധിച്ചത്. അതെങ്ങനെ? ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു പ്രൊമോഷൻ മാത്രമാണ്. അതായത് കമ്പനിയുടെ പ്രോഡക്റ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കൊണ്ട് നടന്ന് വിൽക്കാതെ, അതിനെ കൊണ്ടുവരുന്ന ഓരോ വീടും കയറി ചേച്ചി ഒരു പ്രോഡക്റ്റ് എടുക്കും, ചേട്ടാ ഒരു പ്രോഡക്റ്റ് എടുക്കും എന്ന് പറയാതെ, ഈ കമ്പനിയെ കുറിച്ചുള്ള പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഈ കമ്പനിയുടെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടും അവരെ വീട്ടിലേക്ക് ആ പ്രോഡക്റ്റ് ഓൺലൈനായി എത്തിക്കുന്ന സംവിധാനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിജി കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് കമ്പനി. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കട്ടെ, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇതൊരാളെ പിടിക്കുന്ന ബിസിനസ് അല്ലേ. പക്ഷെ ഞാൻ അവിടെ എല്ലാം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മുടെ റോഡിൽ കൂടെ ഓടുന്ന ലൈൻ ബസ് ഒരിക്കലും അത് ആളെ പിടിക്കുന്ന ബിസിനസ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് ആൾക്കാരെ പിടിക്കുന്ന മേഖലയാണ്. സ്കൂളിലെ ജൂൺ മാസം അല്ലെങ്കിൽ മെയ് മാസം ജൂൺ മാസങ്ങളിൽ പിള്ളേരെ പിടിക്കുന്ന ടീച്ചർമാർ ഇറങ്ങും, അത് ആളെ പിടിക്കുന്ന മേഖലയല്ലേ. ഇന്ന് ലോകത്ത് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാത്ത ഒരു മേഖലകളും നമ്മുടെ നാട്ടിലില്ല. എല്ലാ മേഖലകളിലും ആൾക്കാർ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, നമുക്ക് മുന്നോട്ട് ജീവിക്കാനും പറ്റത്തുള്ളൂ. ഇവിടെ ഫിജി കാർഡ് എന്ന് പറഞ്ഞ അവസരവുമായി ബന്ധപ്പെട്ട് ഈ ബിസിനസ് അവസരം ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തത് ഇത്ര മാത്രമാണ്. എന്റെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ അവസരം എന്താണെന്ന് ഞാൻ എത്തിക്കാൻ തയ്യാറായി. ഈ അവസരം എന്താണെന്ന് എത്തിക്കാൻ തയ്യാറായപ്പോഴാണ് എനിക്ക് ഫിജി കാർഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ വേണമെന്നുള്ളത്. ആ അവസരം ഞാൻ 2 കൈയും കിട്ടി സ്വീകരിച്ചുകൊണ്ട് എന്റെ ജോലിയെ മാറ്റി വെച്ചുകൊണ്ട് 2020 ഒക്ടോബർ മാസം എന്റെ ജോലിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഈ ബിസിനസ് അവസ്ഥയിലേക്ക് കടന്നു വന്നു. അതായത് ഈ ബിസിനസ്സിൽ കടന്ന സമയം എനിക്ക് ഇന്ന് വളരെ സന്തോഷത്തോട് പറയാൻ പറ്റും, ഇന്ന് ഒരിക്കലും ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റല്ല. കാരണം എന്റെ ഡിസിഷൻ ഞാൻ മാത്രം എടുത്തതാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തി, കളിയാക്കി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ,
നിനക്ക് ഗൾഫിൽ ജോലിയില്ലേ, 10-40 സാലറി വാങ്ങിക്കുന്നില്ലേ, അതിന്റെ വരുമാനം വാങ്ങിച്ച് അടുത്ത പ്രൊമോഷൻ വാങ്ങിച്ച് നിന്നിരുന്നാൽ പോരെ, അതിനൊക്കെ ആവശ്യമില്ലേ ഉള്ളൂ എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ ഇന്ന് വളരെ അധികം തലയുയർത്തിപ്പിച്ചാണ് ഫിജിക്കാർഡിന്റെ ഈ ഒരു അവസരം നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന വാഹനം തന്നെ എന്റെ 3ാമത്തെ വെഹിക്കിളാണ്. ഫിജിക്കാർഡിലുള്ള 2ാമത്തെ വെഹിക്കിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ അവസരത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എനിക്ക് ഫിജിക്കാർഡിന് ഓപ്പോസിറ്റ് കിട്ടുന്ന തലേ ദിവസം ഞാനൊരു വാഹനം എടുത്തിരുന്നു. ആ വാഹനം അധികം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഞാനത് വിറ്റുമാറുകയാണ് ചെയ്തത്. പക്ഷെ ഫിജിക്കാർഡിൽ വന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, അടുത്ത വാഹനം എടുത്തു. ആ വാഹനം ഏകദേശം 1.5 ലക്ഷം കിലോമീറ്ററോളം വണ്ടി ഓടി 3 വർഷം കൊണ്ട്. ആ വാഹനം കൊടുത്തു അടുത്ത വാഹനം എടുത്താണ് ഇന്ന് ഇരിക്കുന്നത്. കാരണം ഒരു 1.5 മാസം കൊണ്ട് ഈ വാഹനം ഇന്ന് 7000 കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞു. എന്താണ് പ്രത്യേകത ഇതിനകത്ത്? ഇത്രത്തോളം ആത്മാർത്ഥമായി ചെയ്യാൻ എന്താണ് പ്രത്യേകത? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നമുക്ക് ഫിജിക്കാർഡ് ചെയ്ത സേവനമാണ് ഏറ്റവും പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും വേണ്ട ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? പൈസ. എല്ലാവർക്കും വേണ്ടത് പൈസയാണ്. പക്ഷേ ഈ പൈസക്ക് പോയി മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവരുടെയും വീട്ടിലേക്കും ഒരു ഇൻഷുറൻസ് കാർഡ് ഇന്ന് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും വീട്ടിലുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഇൻഷുറൻസ് കമ്പനികൾ നിലവിലുണ്ട്. ഏകദേശം 18,000 രൂപ തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ പോളിസികളും അടങ്ങുന്ന 5 ലക്ഷം, 6 ലക്ഷം, 10 ലക്ഷം രൂപ പോളിസികളുണ്ട്. പക്ഷെ വർഷാവർഷം അതിന്റെ പേയ്മെന്റുകൾ ഇത്ര രൂപ കെട്ടിവെച്ച് വേണം ആ ഇൻഷുറൻസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും ഫിജിക്കാർഡ് എന്ന ഓപ്പർച്യൂണിറ്റി പ്രത്യേകത എന്താണെന്നുള്ളത്. ഇന്ന് ഇവിടെ വളരെ മനോഹരമായി വിശദീകരിച്ചു തന്ന നമ്മുടെ 6 തരം പ്രോഫിറ്റ്. ഇതിൽ 1ാമത്തെ പ്രോഫിറ്റ് ഓൾ ഇയർ റിട്ടേൺ പ്രോഫിറ്റ്, 2ാമത്തെ പ്രോഫിറ്റ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, 3ാമത്തെ പ്രോഫിറ്റ് നമ്മുടെ ജനറേഷൻ ബോണസ്, 4ാമത്തെ പ്രോഫിറ്റ് ഈ കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റ്, 5ാമത്തെ പ്രോഫിറ്റ് മന്ത്ലി പെർഫോമൻസ് ബോണസ്, 6ാമത്തെ പ്രോഫിറ്റ് ഈ കമ്പനിയുടെ അവേഴ്സ് ആൻഡ് റിവേഴ്സ് എന്ന പ്രോഫിറ്റ്. ഈ 6 പ്രോഫിറ്റിലും പ്രത്യേകതകളുണ്ട്. അതായത് വളരെയേറെ ഇഷ്ടപ്പെട്ട പ്രോഫിറ്റ് ആണ് എനിക്ക് പെർഫോമൻസ് ബോണസ് എന്ന പ്രോഫിറ്റ്. നമ്മൾ ഏതൊരു സ്ഥാപനത്തിലും ജോലിക്ക് കയറിയാൽ ആ ജോലിക്ക് കയറുന്ന സമയം നമ്മൾ ഒരിക്കലും അവര് നമ്മളെ ട്രെയിനിങ് അല്ലാതെ മറ്റൊരു രീതിയിൽ നമ്മൾ കണക്കൂട്ടത്തില്ല, ഇല്ലേ? അവിടെ 5 രൂപയോ 6 രൂപയോ ശമ്പളത്തിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് നോക്കിക്കൊണ്ടായിരിക്കും നമുക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും സാലറി കൂട്ടുവാശ ഒരിക്കലും ഇല്ല. ചിലപ്പം 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും സാലറി കൂട്ടുന്നത്. ഇവിടെ എന്താണ് ഫിജിക്കാർഡ് പ്രത്യേകത? ഞാൻ എന്റെ ജോലിയെ മാറ്റി വെച്ച് ഫിജിക്കാർഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ 5 വർഷം ഗൾഫിൽ ജോലി ചെയ്തു. 5 വർഷം കൊണ്ടാണ് എനിക്ക് 40,000 സാലറി എത്തിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇന്ന് ഫിജിക്കാർഡിൽ 3.5 വർഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ 3.5 വർഷം കൊണ്ട് ഫിജിക്കാർഡിൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മേളിലെ വരുമാനത്തിന് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകത? അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ഈ വരുമാനം എത്തി, അതാണ് പഠിക്കേണ്ടത്. ഇവിടെ എത്തിയത് അത്ര മാത്രമേ ഉള്ളൂ. ഈ കമ്പനിയുടെ പ്രസന്റേഷനിലുള്ള ഓരോ വരുമാനവും എന്താണെന്ന് പഠിക്കാൻ തയ്യാറായി. പഠനമാണ് ഈ ബിസിനസ് എനിക്ക് ഒരുപാട് റിസൾട്ട് നൽകുന്നത്. ഇവിടെ കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ഞാൻ ഇവിടെ കമ്പനിയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ എന്റെ കമ്പനിയിൽ കടന്നു വന്നപ്പോൾ ഞാൻ ഈ കമ്പനിയിലൂടെ സ്റ്റോർ രജിസ്റ്റർ ചെയ്യാണ് ചെയ്തത്. എന്റെ പേര്, എന്റെ അഡ്രസ്സ്, എന്റെ മൊബൈൽ നമ്പർ എല്ലാം കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം കൊടുത്തുകൊണ്ട് ഞാൻ ഈ കമ്പനിയിൽ സ്റ്റോർ രജിസ്റ്റർ ചെയ്തു. കമ്പനിയുടെ വെബ്സൈറ്റിൽ സ്റ്റോർ രജിസ്റ്റർ ചെയ്തു. അതിലൂടെ എന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. കാരണം എന്റെ വീട്ടിലേക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ എല്ലാ മാസവും വാങ്ങിക്കാറുണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് ഒരു സമയത്ത് ലക്ഷക്കണക്കിനുള്ള പ്രോഡക്റ്റ് കൊണ്ടുവരാറുണ്ട്. നാട്ടുകാർക്ക് തിരിച്ചു കൊടുക്കാറുണ്ട്. ആരും തിരിച്ചു തന്നിട്ടില്ല. പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് മാത്രമേ ഉള്ളൂ, എന്തെല്ലാം പൈസ നമ്മൾ എവിടെല്ലാം കളയുന്നു, എന്തുകൊണ്ട് നമുക്കൊരു അവസരത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പൈസ മുടക്കിയാൽ എന്താ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഫിജിക്കാർഡിലേക്ക് ഈ കമ്പനിയിലേക്ക് എനിക്ക് ആവശ്യമുള്ള കുറേയധികം പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. പക്ഷെ എന്നാൽ അതിനുശേഷം ഉണ്ടായ ഗുണങ്ങൾ ആലോചിക്കുമ്പോൾ ഇന്നും ഒരു കൗതുകത്തോടാണ് ഞാൻ നോക്കുന്നത്. എന്റെ കയ്യിൽ ഇന്നൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. ഇന്ന് കമ്പനി 3 വർഷം കൊണ്ട് ഈ 3ാമത്തെ വർഷവും ഞാൻ 3ാമത്തെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അതായത് ഫിജിക്കാർഡ് എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഞാൻ കരസ്ഥമാക്കിയുള്ള വ്യക്തിയാണ്. ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും കമ്പനി പൈസ അങ്ങോട്ട് കെട്ടി വെച്ചിട്ട് നമ്മൾ കൊടുത്തുള്ള പൈസ അല്ല, കമ്പനി ഇങ്ങോട്ട് തന്നതാണ്. കമ്പനി ഒറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, നിങ്ങൾ ഫിജിക്കാർഡ് ഫിജിക്കാർഡുള്ള മാസം വരുമാനം എടുക്ക്, ആ വരുമാനം എടുക്കുന്നതോടെ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞു. അത് മാത്രമാണ് ഞാൻ ചെയ്തത്. ഫിജിക്കാർഡിന്റെ ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ വന്നു, പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി തന്നു. ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്ന വ്യക്തിയല്ല. കാരണം നമുക്ക് എവിടെയും എപ്പോഴും അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിൽ നിന്ന് നമ്മൾ കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കുക. എന്റെ ജീവിതത്തിൽ എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും, 3ാമത്തെ ഇൻഷുറൻസ്, 3ാമത്തെ വർഷം 3ാമത്തെ ഇൻഷുറൻസ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഈ വർഷത്തെ ഇൻഷുറൻസ് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത എന്താണെന്നറിയോ? 2 ലക്ഷം രൂപയുടെ പ്രീമിയം ഉണ്ട്. ഹസ്ബൻഡിന്റെ വൈഫ് 18 വയസ്സ് താഴെ കുട്ടികൾക്കടക്കം 2 ലക്ഷം രൂപ പ്രീമിയം ഉണ്ട്. ഈ 2 ലക്ഷം പ്രീമിയം ഏത് ഹോസ്പിറ്റലിലും നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് പ്രകാരമുള്ള ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ 2 ലക്ഷം രൂപ പ്രീമിയം അനുസരിച്ചുള്ള ഈ ഒരു ഇൻഷുറൻസ് നമുക്ക് ഈ ഇൻഷുറൻസ് വഴി ചികിത്സിക്കാൻ പറ്റും. ഇത് തന്നതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിജിക്കാർഡ് ഇക്കോമേഴ്സ് പ്രൈവറ്റ് കമ്പനിയാണ്. ഇതിനോടൊപ്പം തന്നെ കമ്പനി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്,
ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി ചെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നത് വെറും 10 രൂപ അല്ലെങ്കിൽ 15 രൂപ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പറയുന്നത് 9 രൂപ സാലറി, മാക്സിമം 15 രൂപ 20 രൂപ. അതിനപ്പുറത്ത് ഒരാൾ സ്വപ്നം കണ്ടിട്ടില്ല, ഒരാളും ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്ക് കിട്ടുന്ന സാലറി അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ അത്രയും ഭയങ്കര അർഹനായിട്ടുള്ളൂ എന്നാണ് ചിന്തിക്കാറുള്ളത്. പക്ഷെ ഇവിടെ എന്താണ് ഏറ്റവും പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഷുറൻസ് കാർഡ് കിട്ടുന്നതോടൊപ്പം തന്നെ കമ്പനി മറ്റൊരു ആനുകൂല്യം തരുന്നുണ്ട്. ഈ കമ്പനിയിലൂടെ പെർഫോമൻസ് ബോണസ് എന്ന വരുമാനമുണ്ട്. പെർഫോമൻസ് ബോണസ് അതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കമ്പനിയിലൂടെ ഒരു മിനിമം 6000 രൂപ വരുമാനം. കമ്പനിയുടെ 3ാമത്തെ പൊസിഷനാണ് സെയിൽസ് മാനേജർ എന്ന പൊസിഷൻ. അത് ആദ്യം ഒരു 10000 രൂപ വരുമാനം എടുത്ത സമയത്ത് നമ്മൾ കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പൊസിഷൻ എത്തും. 2ാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 10000 രൂപ വരുമാനം എടുത്ത സമയത്ത് നമ്മുടെ കമ്പനിയുടെ സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് പൊസിഷൻ എത്തും. 3ാമത്തെ വരുമാനം ഈ കമ്പനിയിലൂടെ വീണ്ടും ഒരു 1000 പോയിന്റ് മാച്ച് സമയത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ കമ്പനിയുടെ 40,000 ടോട്ടൽ ഇൻകം വാങ്ങിക്കുന്ന സമയത്ത് 40,000 ടോട്ടൽ ഇൻകം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ പൊസിഷൻ എത്തും. ഈ സെയിൽസ് മാനേജർ പൊസിഷനത്തിന് ശേഷം പിന്നീട് നമ്മുടെ ടീമിൽ നടക്കുന്ന ബിസിനസിനെ അത് വേറൊരു 300 സെയിൽസ് ഓഡിറ്റിന്റെ, അതായത് വെറും 6000 രൂപ വരുമാനം വാങ്ങിച്ചാൽ പോലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ സെയിൽസ് മാൻ റാങ്ക് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നിലവിൽ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി പെർഫോമൻസ് ബോണസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു പെർഫോമൻസ് ബോണസ് മിനിമം ഏറ്റവും കുറഞ്ഞ പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,000 രൂപ ഉണ്ടാവും. അത് ടാക്സ് കഴിഞ്ഞുള്ള ബാക്കി 10 600 സംതിങ്ങിലുള്ള നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു ഫണ്ട് കമ്പനി എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് റിട്ടേൺ തരും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അർഹതപ്പെട്ട ഒരു വരുമാനമാണെന്ന് വെച്ച് ഞാൻ പറയല്ല. കാരണം നമ്മൾ പണിയെടുത്ത് വരുമാനം എടുത്തത് 6000 രൂപയാണെങ്കിൽ അതിന് കൂടുതൽ തന്നെ ഒരു വീട് കഴിക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 15 രൂപ 16 രൂപ ഏറ്റവും കുറഞ്ഞ് വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള ഒരു വരുമാനത്തിലുള്ള സാധ്യതയാണ് കമ്പനി പെർഫോമൻസ് ബോണസ് എന്ന് കൊടുക്കുന്നത്. അത് ആരൊക്കെ അച്ചീവ് ചെയ്യുന്നു അത്രയും വ്യക്തികൾക്കും കൃത്യമായ രീതിയിൽ കമ്പനി പെർഫോമൻസ് ബോണസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ക്രൈറ്റീരിയ ഇല്ല, ഇവിടെ ടാർഗറ്റ് ഇല്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ പണിയെടുത്താൽ വിജയിക്കും. എനിക്ക് വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ പണിയെടുത്താൽ വിജയിക്കും. അത് ഒരിക്കലും മറ്റൊരാൾ പറഞ്ഞിട്ടല്ല. ഞാൻ എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ പൂർണ്ണമായിട്ട് തീരുമാനമെടുത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ഒന്ന് വെച്ചാൽ എന്റെ വീട്ടില് എന്റെ അച്ഛനടക്കം എന്റെ അമ്മയടക്കം എനിക്കടക്കം എന്റെ വൈഫിനടക്കം ഇന്ന് മെഡിക്കൽ ഇൻഷുറൻസ് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റുന്ന തുകയല്ല. പക്ഷേ ആ 2 ലക്ഷം രൂപ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി വക കിട്ടിയെന്ന് പറയുമ്പോൾ അത് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഫിജിക്കൽ കമ്പനി എന്ന് പറയുന്നത്. കാരണം ഇന്ന് ഞാൻ ആരോട് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ പറഞ്ഞില്ല, ഞാൻ എന്ത് കമ്പനി വർക്ക് ചെയ്യുന്നത്, ബോബി ചെമ്മണ്ണന്റെ ഫിജിക്കാർ എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫിജിക്കൽ കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. കാരണം 3.5 വർഷമാണ് ഫിജിക്കാട്ടിൽ. പക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എതിലേക്കൂടെ പോയാലും ആ ഒരു കാര്യത്തെ മാത്രമേ നോക്കിയിരിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു വാഹനം എനിക്ക് എടുക്കാൻ പറ്റിയത് ഫിജിക്കാട്ടിലൂടെ. ആ ഒരു വാഹനത്തിലേക്ക് എന്നെ നയിച്ചത് ഫിജിക്കാട് കമ്പനിയാണ്. കാരണം ഇന്ന് സ്വന്തമായിട്ടൊരു കാർ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ സ്വന്തമായിട്ടൊരു 40 സീറ്റ് ബസിന്റെ ടൂറിസ്റ്റ് ബസ്സും ഞാൻ നിലവിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഫിജിക്കാട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ ആ ഒരു വരുമാനത്തിലൂടെ എനിക്ക് ഒന്നുമില്ലെങ്കിലും ഒരു വാഹനത്തെ എടുക്കാൻ ഒരു സാധ്യത തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയും ഈ ഒരു അവസരം എന്റെ കയ്യിൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ടൂറിസം എന്നൊരു സ്വപ്നം നേടിയെടുക്കാൻ പറ്റുമായിരുന്നു? ഒരിക്കലും ഇല്ല. ഒരു കാറിന് സ്വപ്നം നേടിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ പറ്റുമായിരുന്നു? ഒരിക്കലും ഇല്ല. 1 ലക്ഷം രൂപയ്ക്ക് സാലറി കയറാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ തീരുമാനം എടുത്തത് ഞാനാണ്. ഈ തീരുമാനം ഞാനാണ്. ഒരിക്കലും എന്റെ അമ്മയല്ല, എന്റെ അച്ഛനല്ല, എന്റെ സഹോദരങ്ങളല്ല, എന്റെ ബന്ധുക്കളല്ല, എന്റെ ആൾക്കാരല്ല. ഫിജിക്കാരുടെ പ്രോഗ്രാം കേട്ടതും ഞാനാണ്. ആ പ്രോഗ്രാം കേട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറഞ്ഞതും അവരാണ്. പക്ഷേ ആ അഭിപ്രായത്തിൽ തീരുമാനം ഉറച്ചെടുത്തത് ഞാനാണ്. ആ ഒരു തീരുമാനമാണ് ഇന്ന് ഞാൻ ഇരിക്കുന്ന ഈ ഒരു പൊസിഷൻ. നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഇതേ ഒരു അവസരത്തിൽ കൃത്യമായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതേ വരുമാനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് വന്ന് നാളെ പൈസ ഉണ്ടാക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഒരിക്കലും വിചാരിക്കരുത്. ഒരു മേഖലയിലും ഇന്ന് വന്ന് നാളെ പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ മേഖല ഉണ്ടെങ്കിൽ ചിലപ്പോൾ കള്ളക്കടത്ത് മാത്രമായിരിക്കും. അതും കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷെ ഒരിക്കലും ഇന്ന് വന്ന് നാളെ വന്ന് പൈസ ഉണ്ടാക്കാൻ വിചാരിക്കരുത്. ക്ഷമയോടെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യുക, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് തന്നെ വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് കുറേശ്ശെ വരുമാനം എത്തിച്ചേരും. ഇന്ന് ഒരു ദിവസം പോലും ഒഴിയാതെ എല്ലാ ദിവസവും ഫിജിക്കാട്ടിലെ വരുമാന മേഖല വ്യക്തിയാണ് ഞാൻ. എല്ലാ ദിവസവും ഈ കമ്പനിയുടെ 5 ലക്ഷം കാർ ഫണ്ട് പല ആൾക്കാരും പറഞ്ഞ് കിട്ടുമോ, കിട്ടത്തില്ലയോ, വെറുതെ ആണോ, അല്ലെങ്കിൽ കാർ കിട്ടിയോ ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. കാറ് ഞാൻ ഫിജിക്കാട്ട് കിട്ടിയ വരുമാനം കൊണ്ടാണ് വാങ്ങിച്ചത്. പക്ഷേ കഴിഞ്ഞ 2023 നവംബർ മാസം 20-ാം തീയതി ഉച്ചയോട് കൂടി എന്റെ അക്കൗണ്ടിലേക്ക് എടുത്തായി 4,75,000 രൂപ. ഈ കമ്പനിയുടെ 4,75,000 കാർ ഫണ്ട് കിട്ടി. ഇന്നും ഞാൻ പോയ തുറന്ന് കാണിച്ചതിന്റെ പാസ്ബുക്കാണ് കാണിച്ചത്. കാരണം നമ്മൾ ഒരിക്കലും വാക്കുകളിലൂടെ പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. കണ്ണിൽ കണ്ടാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ.
ഇന്ന് ഞാൻ നിങ്ങളോട് എന്തുകൊണ്ട് ഇൻഷുറൻസ് കാർഡ് കാണിച്ചെന്നറിയോ? ഇത് ഫിജി കാർഡ് ഇ കോമേഴ്സ് പ്രൈവറ്റ് കമ്പനി ഇൻഷുറൻസ് കാർഡ് ആണ്. ഇത് ഞാൻ ഏത് രീതിയിൽ കാണിക്കുന്ന ധൈര്യമുണ്ട് എനിക്ക്. കാരണം ഇതിനകത്ത് കൃത്യമായ രീതിയിൽ കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാവുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഈ കമ്പനിയിൽ നിന്ന് വരുമാനം കിട്ടിയത്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചധികം പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ബിസിനസ്സിലൂടെ ചെയ്ത വരുമാനം കിട്ടിയ വരുമാനമാണ് ഇതെല്ലാം നമ്മൾ നേടിയെടുക്കുന്നത്. മറ്റൊരു സ്ഥാപനത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് അവസരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം. ആ ലക്ഷങ്ങളിലൂടെ അത് കീറി വരണമെങ്കിൽ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇവിടെ റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്? വൺ ടൈം പർച്ചേസിലൂടെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ അതിലൂടെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ പറയുന്ന എല്ലാ അവസരങ്ങളും കമ്പനി കൊടുത്തിട്ടുണ്ട്. മാസം നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ പോലും ഫിജി കാർഡ് ഇ കോമേഴ്സ് പ്രൈവറ്റ് കമ്പനി റിവാർഡ് വാല്യൂ പർച്ചേസിലൂടെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. റിവാർഡ് വാല്യൂ പർച്ചേസിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ പുറത്തുള്ള കടകളിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യകത വരുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ പൈസ മുടക്കി മാറ്റി വെക്കാറുണ്ട്. പക്ഷെ ഇവിടെ കമ്പനി നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു മാസം സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ സ്കൂൾ തറപ്പിന് കഴിഞ്ഞ ജൂൺ മാസം സ്കൂൾ പെങ്ങടെ മകന് വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിന് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാ സാധനങ്ങളും ഫിജി കാർഡ് ഇ കോമേഴ്സ് പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ആ സ്റ്റോർ ഉപയോഗിച്ചു, ആ സ്റ്റോർ വഴി സ്റ്റോറേജ് സൂപ്പർ സ്റ്റോർ വഴി ആ പ്രോഡക്റ്റുകൾ റിവാർഡ് വാല്യൂ പർച്ചേസിലൂടെ വാങ്ങിച്ചെടുക്കാൻ സാധിച്ചു. വളരെ അഭിമാനം തോന്നിയ സമയത്ത്. കാരണം ഏകദേശം 10,000, 2,500, 3,000 രൂപ എന്റെ കയ്യിലിരുന്നു. ഒരിക്കലും നമ്മൾ ഈ ഒരു കമ്പനി ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ പുറത്തുള്ള കടയിൽ പോയി അത് ഏറ്റവും കൂടുതൽ ഉള്ള ലാഭത്തിൽ ഞാൻ വാങ്ങിക്കണം തന്നെ. പക്ഷെ ഇവിടെ കൃത്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവിടെ കമ്പനി നമുക്ക് തന്ന ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആണ് ഞാൻ ഈ കണ്ടതെല്ലാം തന്നെ. ഇവിടെ ആദ്യ തവണ മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പിന്നീട് നമുക്ക് കമ്പനി റീപർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി റിവാർഡ് വാല്യൂ പർച്ചേസിലൂടെ കമ്പനി തരുന്നുണ്ട്. അത് തീർച്ചയായും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ തന്നെ ഈ ഒരു 3-3.5 വർഷം കൊണ്ട് എത്ര രൂപയുടെ പർച്ചേസ് കമ്പനിയിൽ നിന്ന് റീപർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? 1 രൂപ പോലും മുടക്കാതെ. കാരണം കമ്പനി മാറ്റിവെച്ച ഫണ്ടിൽ നിന്ന് റിവാർഡ് വാല്യൂയിലൂടെ തന്നെ എത്രയോ രൂപ വാങ്ങിക്കാൻ പറ്റി, അല്ലെങ്കിൽ എത്രയോ രൂപയുടെ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റി. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ? ഓരോ ദിവസവും ഈ വരുമാനം എടുക്കുമ്പോൾ ഈ വരുമാനത്തിലൂടെ തന്നെ കിട്ടുന്ന ഒരു ഫണ്ടാണ് കമ്പനി നമുക്ക് മാറ്റി വെക്കുന്നത്. ഇത് മാറ്റിവെച്ച് നമുക്ക് ആ വരുമാനം തരുന്ന പറയുമ്പോൾ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധ്യത തരുന്ന പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ സമ്പാദിക്കുന്ന പൈസയിൽ നിന്ന് 100 രൂപ കാശ് സേവിങ്സ് ചെയ്യുന്നുണ്ടോ? 200 രൂപ സേവിങ്സ് ചെയ്യുന്നുണ്ടോ? 50 രൂപ സേവിങ്സ് ചെയ്യുന്നുണ്ടോ? 10 രൂപ സേവിങ്സ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി പൈസ മാറ്റി വെക്കുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ ഇവിടെ നമ്മളെ അത് മനസ്സിലാക്കി കമ്പനി അത് മാറ്റി വെച്ച് നമുക്കത് വീണ്ടും റിവാർഡ് വാല്യൂ പർച്ചേസിലൂടെ തരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള ഒരു പ്ലാൻ പ്രസിന്റെ ഭാഗമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ കമ്പനിയിൽ വന്നത് ഏകദേശം ഒരു 1.5 ലക്ഷം പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ്. പക്ഷെ ഞാനിത് കമ്പനിയുടെ 59 റാങ്കിൽ ശ്രമിക്കുന്നത്. എന്താണ് പ്രത്യേകത? എനിക്ക് വേണ്ടത് കമ്പനിയുടെ വരുമാനമായിരുന്നു. എന്റെ ജീവിതത്തിലുള്ള എന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ, എന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ, എന്റെ കൂടെ വന്നൊരു ഈ ബിസിനസ്സിലേക്ക് എന്നെ പോലെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ആശ്രയിച്ച് എന്റെ ബിസിനസ് മനസ്സിലാക്കി ഞാനൊന്ന് വ്യക്തി പറഞ്ഞപ്പോൾ എന്റെ കൂടെ ബിസിനസ്സിലേക്ക് കടന്നു വന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കാൻ തയ്യാറ സമയമാണ് ഇന്ന് ഈ ഒരു പൊസിഷൻ ഞാനും അവരും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും, ഇവിടെ വളരെ മനോഹരമായിട്ട് MC ചെയ്ത ശരണി മേഡം, വളരെ മനോഹരമായിട്ട് പ്ലാൻസ് പ്രസിഡന്റ് ഷൈനി മേഡം, ഇവരൊക്കെ ഈ ബിസിനസ് ആദ്യം കേൾക്കുന്ന സമയത്ത് എങ്ങനായിരുന്നു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, പറ്റിപ്പാണോ, അല്ലയോ എന്ന് ചിന്തിച്ചാലും. കാരണം നമ്മുടെ നാട്ടിൽ എത്ര സത്യസന്ധമായ ഏത് ബിസിനസ് വന്നാലും നമുക്ക് അതിന് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവരെല്ലാം കടന്നു വന്നതിന് ശേഷം മനസ്സിലായി ഇവിടെ ഏതൊരു വ്യക്തിക്കും ഏതൊരു സ്ഥാപനത്തിലും ഇപ്പൊ ഞാനിങ്ങനെ കാറിനകത്ത് നിന്ന് ഞാനാണ് ഇത് സംസാരിക്കുന്നുള്ളത് പുറമെ നിന്ന് ഒരാളെ കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഡോറ് തുറന്ന് നോക്കിയാലേ കാണാൻ പറ്റും എന്ന് പറയാനൊക്കെയാണ്. ഫിസിക്കാളുന്ന അവസരം എത്ര എന്ന് പറഞ്ഞാലും ശരി തന്നെ പുറമെ നിന്ന് കേൾക്കുന്ന വ്യക്തികൾക്ക് ഇതൊരു കെട്ടുകഥ പോലെ ഫീൽ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ കഥ പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. ഒരിക്കലും അതിനെ കൃത്യമായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ പാടായിരിക്കും. പക്ഷെ ആ വ്യക്തി ഈ ബിസിനസ് ഹൗസിനെ കടന്നു വരുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന വരുമാനം തനിക്കും എടുക്കാൻ പറ്റുന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഇവിടെ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കായി, ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം, നമ്മള് മടി എന്നൊരു സാധനം ഒഴിവാക്കി വെച്ചുകൊണ്ട്, മറ്റുള്ളവരെ വാക്കുകെന്ന് ഒഴിവാക്കി വെച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുക. ഞാൻ തീരുമാനമെടുത്ത് 24 hours-നുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ എന്റെ വീട്ടിലെ രാത്രി 9:30 മണിക്ക് എന്റെ സുഹൃത്ത് വന്നു വരുന്ന ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുന്ന സമയത്താണ് ഞാൻ ഈ അവസ്ഥയെ കുറിച്ച് കേൾക്കുന്നത്. എന്റെ സുഹൃത്തിന് എന്റെ വീട്ടിൽ എപ്പോൾ വരാൻ പെർമിഷൻ ഉണ്ട്. അപ്പൊ അദ്ദേഹം എന്നെ രാത്രി 9 മണിക്ക് മീറ്റ് ചെയ്തു. ആ 9:30 മീറ്റ് ചെയ്തു. ആ 9:30 മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നാളെ ഉച്ചയ്ക്ക്, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വെച്ച 24 മണിക്കൂർ എടുത്തില്ല ബിസിനസ് സ്റ്റാർട്ട്. കാരണം എന്റെ തീരുമാനം സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത്. ഞാൻ ആരുടെയും അഭിപ്രായം തേടാൻ പോയില്ല. ഞാൻ ആരോടും പ്രത്യേകിച്ച് അഭിപ്രായം ചോദിക്കാമില്ല. എനിക്ക് വേണ്ട ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന പൊസിഷൻ പോലും.
ഒന്ന് ആലോചിക്കുക, ഈ കമ്പനിയോട് ഇത്രയും നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്തതെന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പ്രൊമോഷൻ നടത്തുന്നു, കമ്പനിയിലുള്ള പ്രോഡക്റ്റിനെ കുറിച്ച് മറ്റുള്ള വ്യക്തികളിലേക്ക് ചെന്ന് അതിന് കൃത്യമായിട്ട് പ്രൊമോഷൻ നടത്തുന്നു. അതിനൊരിക്കലും നാണക്കേട് ചേക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടില് ബാഗിനകത്ത് തൂക്കി നടന്ന് സാധനങ്ങൾ തോണ്ടിടക്കുന്ന വ്യക്തികളെ കുറിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ 4% ബുദ്ധിമുട്ട് നമുക്ക് ഫിസിക്കായിട്ട് ബന്ധപ്പെട്ടില്ല. ഈസി ആയിട്ടുള്ള ബിസിനസ് അവസരമാണ്. ഈ ബിസിനസ് അവസരം പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ഫുൾ ടൈം ആയിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവസരമാണ്. ഞാൻ ഇന്ന് ഫുൾ ടൈം ആയിട്ടാണ് ഫിസിക്കായിട്ട് ചെയ്യുന്നത്. ഫുൾ ടൈം ആയിട്ട് ഞാൻ ഇതിന്റെ 26ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫിസിക്കലിൽ കടന്നു വന്നത്. നിങ്ങൾ ആലോചിക്കുക, ഇന്ന് 40,000 സാലറി ഉണ്ടായിരുന്ന ജോലി മാറ്റി നിങ്ങൾ തയ്യാറാവോ? ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. ഇന്ന് ഞാൻ 40 സാലറി ജോലി മാറ്റി വെച്ചു. പിന്നെ 5 വർഷത്തെ പേയ്മെന്റ് എനിക്ക് അവിടെ നിന്ന് കിട്ടാനുള്ള 5 വർഷത്തെ അവിടെ നിന്ന് തന്നെ പേയ്മെന്റ് കിട്ടാനുള്ള സേഫ് പേയ്മെന്റ് എനിക്ക് കിട്ടാനുള്ള ഞാൻ വാങ്ങിച്ചിട്ടില്ല. എന്റെ വിസ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല. ആ സമയത്ത് എന്റെ 5 വർഷത്തെ ECS സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അത്രയും ഞാൻ മാറ്റി വെച്ചാൽ ഫിസിക്കൽ കടന്നു വന്നത്. അപ്പൊ എന്താണ് പ്രത്യേകം? ഒരിക്കലും ഇത്രയും ഒരു വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഇത്രയും ഒരു 10-26 വയസ്സുള്ള ഒരു പയ്യൻ ഒരിക്കലും ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കത്തില്ലേ? ഒരിക്കലും കാണിക്കത്തില്ല. അപ്പൊ ഇതെല്ലാം മാറ്റി വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുത്തൊരു മേഖല കൃത്യമാണെന്ന് മനസ്സിലായപ്പോൾ ആ ജോലികളെല്ലാം മാറ്റിവെച്ച് ഈ ബിസിനസ് 2 കൈ കൊണ്ട് സ്വീകരിച്ചൊരു വ്യക്തിയാണ്. ഇന്ന് വളരെ പവർഫുൾ ആയിട്ട് ഫിസിക്കായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ഫിസിക്കിനെ കൊണ്ട് ഇന്ന് ആരുടെടുത്തും എവിടെ ചെന്നിട്ടും എങ്ങനെ വേണമെങ്കിലും പറയാൻ പറ്റും. ഫിസിക്കാരെ കുറിച്ച് ഞാൻ വാദോരെ സംസാരിക്കും. കാരണം ഇന്ന് അത്രത്തോളം ഫിസിക്കാട്ടിനെ ജോലിയായിട്ടല്ല ഞാൻ കാണുന്നത്, ജോലിയായിട്ടല്ല കാണുന്നത്. എന്റെ സ്വന്തം ബിസിനസ് ആയിട്ട്, എന്റെ സ്വന്തം ബിസിനസ് എന്ന രീതിയിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു മേഖല. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ഞാൻ വർക്കിന് ഇറങ്ങി. എന്തുകൊണ്ടാണ്? ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു മേഖല. ജോലിയാണെങ്കിൽ ഇറങ്ങണമെന്ന് നിർബന്ധമില്ല. ജോലിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇറങ്ങുന്നില്ല. ടൈം ഷെഡ്യൂളാണ്, ഇത്ര മണിക്ക് കയറും, ഇത്ര മണിക്ക് ഇറങ്ങും. പക്ഷേ ഇവിടെ സമയം കൊടുത്ത് എന്റെ ഇഷ്ടമനുസരിച്ച് ഞാനൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വരുമാനം എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാണ്. എന്റെ കുടുംബം സേഫായി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ ഒരു വീട്ടിൽ എത്രത്തോളം ബാധകളുണ്ടായി, ഒരു വീട്ടിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടായി. ആ കഷ്ടപ്പാടുകളൊക്കെ തന്നെ മുന്നോട്ട് നീക്കാൻ നമുക്ക് ഈ ബിസിനസ് കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ മക്കളെ, ഇതാണ് റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ബിസിനസ്. അതിനെ കൃത്യമായിട്ട് കാണുന്ന വിശ്വസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്താണെങ്കിലും ഇന്ന് എന്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും ഈ ഒരു കമ്പനിയിൽ ഇത്രയും നേരം ഈ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഇരുന്ന ക്ഷമയോടെ ഇരുന്ന ഈ മീറ്റിംഗ് അറ്റൻഡ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്